നമസ്കാരം. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ വരവ് വിളിച്ചറിയിച്ചിരിക്കുകയാണ്. ഇന്നലെ ചെന്നൈയിൽ നിന്നും യാത്ര തിരിച്ച് ഇന്നിപ്പോൾ ഹൈദരാബാദ് ലൊക്കേഷനിലെത്തിയിരിക്കുന്നു. ലൊക്കേഷനിലെത്തിയ മമ്മൂക്ക പറഞ്ഞത്, എല്ലാവർക്കും നന്ദി, പ്രാർത്ഥിച്ചവർക്കും നന്ദി, കൂടെ നിന്നവർക്കും നന്ദി എന്നെ ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ടാണ് മമ്മൂക്ക ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. നല്ല മുണ്ടും ഷർട്ടും ഇട്ട് നല്ല സിമ്പിളായിട്ട്. മമ്മൂക്ക, നിങ്ങളെ നേരിട്ട് കാണാൻ കൊതിയാവുന്നു കേട്ടോ ഞങ്ങൾക്കെല്ലാം. കേരളത്തിൽ അവിടെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഉടനെ കേരളത്തിലേക്ക് എത്തണം. ഇപ്പോൾ ഇതാ മഹേഷ് നാരായണൻ്റെ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും 17 വർഷത്തിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയുണ്ട്. ആൻഡ്രൂ ജോസഫാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. പക്ഷേ വളരെ സന്തോഷത്തിലാണ് മലയാളികളെല്ലാം എന്ന കാര്യത്തിൽ സംശയമില്ല. ചെന്നൈയിൽ നിന്നുള്ള യാത്ര മുതൽ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ വീഡിയോസ് കാണിച്ചിരുന്നു. ഹൈദരാബാദിൽ എയർപോർട്ടിലുള്ള വിഷ്വൽസ് കാണിച്ചു, ലൊക്കേഷനിലുള്ള വിഷ്വൽസ് കാണിക്കുന്നു. ഇപ്പോൾ ഇതാ പുതിയ വാർത്ത, മമ്മൂക്കയുടെ ടീസർ, മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ടീസർ ഇതാ എത്തുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ആ ടീസർ കാണാനുള്ള ആകാംക്ഷയിലാണ് മലയാളികൾ എല്ലാവരും. അപ്പോൾ മമ്മൂക്കാക്ക് ഒരു വിശ്രമം ആവശ്യമായിരുന്നു. ആ വിശ്രമം 7 മാസം വിശ്രമിച്ചിട്ട് മമ്മൂക്ക പറഞ്ഞു, ഞാൻ എൻ്റെ ജോലിയിലേക്ക് തിരിയുകയാണ് എന്നൊരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടപ്പോൾ സോഷ്യൽ മീഡിയ കത്തി. ആ ഫോട്ടോ തന്നെ കാണുമ്പം എന്തായിരുന്നു ലുക്ക്. ചെന്നൈ എയർപോർട്ടിലേക്ക് വരുന്നത് അദ്ദേഹം തന്നെ വാഹനം ഓടിച്ച് ആ വാഹനത്തിൽ വന്നിറങ്ങി ആൻഡ്രൂ ജോസഫിൻ്റെ കൂടെ എയർപോർട്ടിലേക്ക് കയറുന്നു. അവിടെയും മാധ്യമങ്ങളുണ്ടായിരുന്നു. അവിടെ ഒന്നും പ്രതികരിക്കാതെ എല്ലാവർക്കും കൈ കാണിച്ച് മടങ്ങിയ മമ്മൂക്ക നേരെ ഹൈദരാബാദ് എയർപോർട്ടിൽ ഇന്നലെ രാത്രി എത്തുന്നു. അവിടെയും മാധ്യമങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുന്ന ആ സ്റ്റൈലൊക്കെ കാണണം. എന്തായിരുന്നു അല്ലേ മമ്മൂക്ക, നിങ്ങളില്ലെങ്കിൽ എന്ത് സിനിമ. മലയാള സിനിമയിൽ 2 പേരാണ്, മമ്മൂക്കായും ലാലേട്ടനും. നിങ്ങൾ 2 പേരുമാണ് മലയാള സിനിമ നിലനിർത്തുന്നത്. നിങ്ങളില്ലാത്ത ഒരു സിനിമ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങളില്ലാത്തൊരു സിനിമാ ലോകം ഞങ്ങൾക്ക് കാണാൻ പോലും കഴിയില്ല. അത് തന്നെയാണ് മലയാളികൾ എന്നും പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഉള്ള ടീസർ എത്തുകയാണ്. ആ ടീസറിൽ മമ്മൂക്കായും മോഹൻലാലിനെയും കാണിച്ചുകൊണ്ടുള്ള ടീസറാണ്. നാളെ 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് ഇത് പുറത്തു വരികയാണ്. അത് കാണാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. എന്തായാലും ഇനി 7 ദിവസമാണ് ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ഉള്ളത്. അതിനുശേഷം UK ലണ്ടനിലാണ് ഷൂട്ട്. അവിടെയും ഷൂട്ടുണ്ട്. മമ്മൂക്കായും ലാലേട്ടുമായുള്ള സീനൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനിയും അവർ തമ്മിലുള്ള സീക്വൻസ് ഉണ്ട്. അത് ചാക്കോച്ചനുണ്ട്, ഭഗതുണ്ട്, നിരവധി ആളുകൾ, ഗ്രേസ് ആൻ്റണി ഉണ്ട്, നിരവധി ആളുകൾ അഭിനയിക്കുന്ന വലിയ ബജറ്റ് ചിത്രം. ആൻഡ്രൂ ജോസഫ് അന്നു മുതൽ, മമ്മൂക്ക ചെന്നൈയിൽ അന്നു മുതൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് കൊച്ചിയിലേക്ക് വരും, വീണ്ടും അവിടെ ഓടി എത്തും. മമ്മൂക്കയുടെ അസുഖങ്ങളെല്ലാം മാറിയെന്ന് അന്ന് ആൻഡ്രൂ ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തു. അവിടെയും പറഞ്ഞ് എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് മമ്മൂക്കയുടെ തിരിച്ചുവരവെന്ന് ആൻഡ്രൂ ജോസഫും ജോർജ് ചേട്ടനും കൃത്യമായി തന്നെ പറഞ്ഞു. അത് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ആ ലൊക്കേഷനിലെത്തിയത്, ആഘോഷമാക്കിയിരിക്കുന്നത്. മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഏത് കോണിലിരുന്നാലും അത്രമാത്രം പ്രാർത്ഥനയായിരുന്നു മമ്മൂക്കാക്ക് വേണ്ടി നടത്തിയത്. അതിലൊരു ഭാഗമായിരുന്നു ഞങ്ങളും. എന്തായാലും മമ്മൂക്കയുടെ ആ ടീസറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ, ഈ ഷൂട്ടിംഗ് ദിവസങ്ങൾക്ക് ശേഷം കൊച്ചിയിലേക്കൊരു വരവുണ്ട് മമ്മൂക്ക. കൊച്ചി പഴയ കൊച്ചിയല്ല മമ്മൂക്ക, എന്നാൽ മമ്മൂക്ക പഴയ മമ്മൂക്ക തന്നെയാണ്. ആ വരവിന് വേണ്ടി കാത്തിരിക്കാം. ടീസർ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടും.